ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഉച്ചയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് തന്ത്രിയെ കൊണ്ടുപോകും. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും മൊഴികൾ അറസ്റ്റിൽ നിർണായകമായിട്ടുണ്ട്. ഒപ്പം തന്നെ ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴികൾ തന്ത്രിക്ക് എതിരായിട്ടുണ്ട്. തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ SITക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്ത്രി യാത്രകൾ, ബംഗളൂരു ചെന്നൈ യാത്രകളിൽ ഉള്ള സംശയം, അതിനെ തുടർന്നുള്ള അന്വേഷണം, അതെല്ലാം കൃത്യമായി തന്നെ തന്ത്രിക്ക് എന്താണ് പങ്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്നതിലേക്ക് SITയെ കൊണ്ടുചെന്നെത്തിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കമാണിന്ന് SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. വൈകിട്ടോടെ കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയെ ഹാജരാക്കും എന്ന വിശദാംശം കൂടിയുണ്ട്. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട്. അരുൺരാജാണ് ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തത്. അരുൺരാജുണ്ട്, ഒപ്പം ഷഫീദ് ഉണ്ട്, ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഉമേഷും ഈഞ്ചക്കലിൽ തന്നെയാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ചില തെളിവുകൾ, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക്, അവരുടെ മൊഴികൾ എന്നതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ കൂടി വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ യാത്രകൾ, ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ, എന്താണ് ബന്ധം എന്നൊക്കെയുള്ളത്. അതിലേറ്റവും പ്രധാനം പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ മൂവർ സംഘമാണ് ഇതിൽ മുഖ്യമായി ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്നത് SIT കോടതിയിൽ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്, റിപ്പോർട്ടിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ 3 പേരുമായുള്ള തന്ത്രിയുടെ ബന്ധം, അതിലെ തെളിവുകൾ, ഇതൊക്കെ എത്രത്തോളം നിർണായകമായി മാറിയിട്ടുണ്ട് ഉമേഷ്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നേരത്തെ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് അത് രേഖപ്പെടുത്താവുന്ന രീതിയിലുള്ള മൊഴികൾ അത് കിട്ടിയിരുന്നു, സാഹചര്യ തെളിവുകളും കിട്ടിയിരുന്നു. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളടക്കം കിട്ടാതെ ഇത്തരം ഒരു മൂവിലേക്ക് SIT കടക്കുകയില്ല. പ്രത്യേകിച്ച് ഈ വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ അല്ലെങ്കിൽ തന്ത്രിയുടെ സ്ഥാനം വളരെ വലുതാണ്. ഈ പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയുടെ സ്ഥാനം വളരെ വലുതാണ്. ആ സാഹചര്യത്തിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിക്കണം. കൃത്യമായി നേരത്തെ തന്നെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കൃത്യമായ മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നത് തന്ത്രിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് തന്ത്രിയായിരുന്നു. അതുമായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ ഒപ്പിട്ട് നൽകുന്നതും തന്ത്രിയായിരുന്നു. സ്വാഭാവികമായി ശബരിമലയിൽ നിന്ന് എന്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും തന്ത്രിയുടെ അനുമതി വേണം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരെയുള്ള മൊഴി നേരത്തെ തന്നെ SIT സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇതുവരെ അറസ്റ്റ് അല്ലെങ്കിൽ തന്ത്രിയെ നേരിട്ട് ഒരു അറസ്റ്റിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. അതിന് കൃത്യമായി സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും വേണമായിരുന്നു. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമാകുന്നത്, സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് എങ്ങനെയാണ് തന്ത്രിയുടെ കൈവശം എത്തുന്നത്, സ്വർണ്ണക്കൊള്ള എങ്ങനെയാണ് തന്ത്രി ആസൂത്രകനായി മാറുന്നത് എന്നീ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ തെളിവില്ലാതെ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് SIT കടക്കുന്നില്ലായിരുന്നു. എ പത്മകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും അതിനുശേഷം ജാമ്യാപേക്ഷയും എല്ലാം SIT എതിർക്കുമ്പോഴും തന്ത്രിയുടെ പങ്ക് SIT ആ കോടതിയിൽ പോലും പറഞ്ഞിരുന്നില്ല. കൃത്യമായ സൂചനകൾ പോലും കോടതിയിൽ നൽകിയിരുന്നില്ല. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും അടക്കം ശേഖരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു SIT. അത് കൃത്യമായി ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകൾ വിശദമായി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഏതെല്ലാം തെളിവുകൾ, ഇതുവരെ ലഭിച്ച തെളിവുകൾ, അതിനുശേഷം ലഭിച്ച മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകൾ, ഇവയെല്ലാം തന്ത്രിക്കെതിരെ എങ്ങനെയാണ് വന്നത് എന്നീ കാര്യങ്ങളെല്ലാം റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു പരിധിവരെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലാണ് കൂടുതൽ വിശദാംശങ്ങൾ വരാൻ പോകുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്താണ് SITയെ തന്ത്രിയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചത്, ആ തെളിവുകൾ, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അതിൽ ചില സൂചനകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, വളരെ അടുത്ത ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തേക്ക് എത്തിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം രാജീവര് ആണ് എത്തിച്ചത് എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ ഇത്ര വലിയ സ്വാധീനമുള്ളയാളാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ മാറ്റിയതാര് എന്ന ചോദ്യത്തിന് ഉത്തരം അത് കണ്ഠരര് രാജീവര് എന്നതാണ്. ഒപ്പം തന്ത്രിയുടെ ബംഗളൂരു ചെന്നൈ യാത്രകളിൽ ബംഗളൂരു ബന്ധം, ഇത്തരം കാര്യങ്ങൾ, കൂടാതെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുമായുള്ള തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട്. ഇതെല്ലാം തെളിവുകൾ സഹിതം SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ചില നിർണായകമായ മൊഴികൾ, അതിൽ ജീവനക്കാരുടെ മൊഴികൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24
24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.